നമസ്കാരമുണ്ടേ. കർണാടക ഹൊനാവർ യാത്ര തുടരുകയാണ്. ഹേയ് ബാപ്പാം, ഹൊനാവറിലെ കാഴ്ചകളിലേക്ക്. ഇപ്പോൾ ഞങ്ങൾ ഹൊനാവറിലെ കാസർഗോഡ് ബീച്ചൊക്കെ കണ്ട് അവിടെ ഒരു ഇക്കോ ഇക്കോ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കയറിയില്ല. നമ്മൾ മറ്റൊരു സ്ഥലം കാണാമെന്ന് തീരുമാനിച്ചു. കൂട്ടത്തിലുണ്ടായിരുന്ന 3 പേര് അവിടെ തങ്ങുകയും ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് നടന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ, കണ്ടൽക്കാടുകളുണ്ട്, മാൻഗ്രൂവ് ഫോറസ്റ്റ്. ആ കാഴ്ചകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്കുള്ള പച്ചപ്പൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യണം, നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവിട്ട ഓട്ടോക്കാരൻ ആ വഴി നമുക്ക് കാണിച്ചു തന്നിരുന്നു കേട്ടോ. നെയിം പ്ലേറ്റുകളും ബോർഡുകളും എല്ലാം കന്നഡയിൽ ആയതുകൊണ്ട് അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇംഗ്ലീഷ് വളരെ കുറവായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ NH-66ആണിത്. NH-66 നേരെ നമ്മൾ ക്രോസ് ചെയ്യണം. ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മാൻഗ്രൂവ് ശരാവതി മാൻഗ്രൂവ് ബോർഡ് വാക്ക് എന്നാണ് അതിൻ്റെ പേര്. അതായത് ശരാവതി നദിയും അറബിക്കടലിലേക്ക് ചേരുന്ന ഭാഗത്തുള്ള ഒരു മാൻഗ്രൂവ് ഫോറസ്റ്റ്. ആ ഫോറസ്റ്റിലെ കാഴ്ചകളാണ്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്തേക്ക് നടക്കുകയാണ്. ഇവിടുന്ന് 840 മീറ്റർ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഞങ്ങൾ 4 പേര് ഇങ്ങോട്ട് പോകുന്നു, 3 പേര് അവിടെ കടൽ തീരത്ത് തന്നെ, ബീച്ചിൽ തന്നെ അങ്ങനെ സെറ്റിൽ ചെയ്യാം എന്ന് തീരുമാനിച്ചു കേട്ടോ. ഇവിടെ ഇതൊക്കെ മാൻഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഭാഗമാണോ എന്നറിയത്തില്ല. എന്നാലും ഇവിടെയൊക്കെ കൂടുതലും കാണുന്ന അക്കേഷ്യ ചെടികളും അതുപോലെ കാറ്റാടി മരങ്ങളും ഒക്കെയാണ് കേട്ടോ. തൊട്ടടുത്താണ് അതിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് 20 രൂപയാണ്. ഇത് ഇവിടെ എൻട്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നടന്നു പോകാം, അപ്പുറത്തൂടെ വേണമെങ്കിൽ വണ്ടിയിൽ പോവുകയും ചെയ്യാം. കുറച്ച് ദൂരം ഉള്ളൂ എന്നാണ് നമ്മുടെ ഒരു ധാരണ. അങ്ങനെ ആ ധാരണയിൽ നമ്മൾ മുമ്പോട്ട് നടക്കുകയാണ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഒരാൾക്ക് 20 രൂപയാണ് എൻട്രി ഫീ. അത് വലിയ കുഴപ്പമുള്ള അല്ല എന്ന് തോന്നുന്നു. എന്നാണെങ്കിലും ഇവരൊക്കെ ക്ഷീണിതരായിട്ടിരിക്കുകയാണ്, ഉറക്കം തൂങ്ങിയൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്ത് പോകാനുള്ള സ്ഥലത്തെക്കുറിച്ച് ഇവരോട് ചോദിച്ചു. അപ്സരക്കൊണ്ട ഇവിടുന്ന് 5 കിലോമീറ്റർ ഉണ്ട്, അപ്സരക്കൊണ്ട വെള്ളച്ചാട്ടം. അപ്പോൾ അത് ഇപ്പോഴും തുറന്നിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. മഴക്കാലം ആയതുകൊണ്ട് പലയിടത്തും എൻട്രി ഇല്ലല്ലോ. ഇവിടെ തന്നെ ബോട്ടിംഗ് ഇല്ല. ഇപ്പോൾ മഴ ഇവിടെ പ്രശ്നമുള്ളത് കൊണ്ട്, വെള്ളം കയറി കിടക്കുന്നതുകൊണ്ടൊക്കെ ബോട്ടിംഗ് ഒന്നുമില്ല. അപ്പോൾ ഈ ചുറ്റും നിൽക്കുന്നത് ഇത് കാറ്റാടി മരങ്ങളാണ്. ഇത് കണ്ട് നമ്മൾ നേരെ മുമ്പോട്ട് പോകണം. അപ്പം ഈ സ്ഥലത്തിൻ്റെ പേര് ശരാവതി മാൻഗ്രൂവ് ബോർഡ് വാക്ക് എന്നാണ്. ബോർഡ് വാക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളത്തിൽ പൊങ്ങി പാലം പോലെ പണിത് വെച്ചിട്ടുണ്ട്, ബോർഡ് പോലെ. ആ പാലത്തിലൂടെയുള്ള യാത്രയാണ്. അതാ ഈ കാണുന്നത്, ഇതാണ് എൻട്രൻസ്. ഇതിനാണ് ഈ ബോർഡ് വാക്ക് എന്ന് പറയുന്നത്. ഇത് ഏതാണ്ട് 1.5 കിലോമീറ്റർ നീളത്തിൽ ബോർഡ് വാക്ക് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് പണിത് വെച്ചിട്ടുണ്ട്, തടിയിൽ തീർത്തതാണ്. അപ്പം നമുക്കിതിലൂടെ 1.5 മീറ്റർ വീതിയിലാണ് അത് ചെയ്തേക്കുന്നത്. തടി പില്ലറുകളായിട്ട് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പാലം പണിത് വച്ചേക്കുന്നത്. ഈ കണ്ടൽക്കാടുകൾക്ക് കാണുമ്പോൾ നമ്മൾ തീർച്ചയായും ഓർക്കുന്ന ഒരു പേരുണ്ടാവുമല്ലോ, മാൻഗ്രൂവ് മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന മലയാളിയായിട്ടുള്ള കണ്ണൂർ പഴയങ്ങാടി സ്വദേശിയായിട്ടുള്ള കല്ലേൻ പൊക്കുടൻ അല്ലെങ്കിൽ കണ്ടൽ പൊക്കുടനെ നമ്മൾ മറക്കാൻ പാടില്ല. അതുപോലെ ഈ മാൻഗ്രൂവും നമ്മുടെ കേരളത്തിലുള്ള മാൻഗ്രൂവും, പ്രത്യേകിച്ച് കണ്ണൂരും കാസർഗോഡും ഉള്ള മാൻഗ്രൂവും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട് കേട്ടോ. കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്ട് 13 മാൻഗ്രൂവ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ മാൻഗ്രൂവ്സ് എല്ലാം ഇവിടെയുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ പോയിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഇത് നോക്കി, ഇത് വെള്ളത്തിൽ ഇതിന് ഒരുപാട് ഗുണങ്ങളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേരുകൾ വെള്ളപ്പൊക്കം ഒഴിവാക്കുകയും മണ്ണിടിച്ചിൽ ഒഴിവാക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ കണ്ടൻ പൊക്കുടൻ ഏതാണ്ട് 1 ലക്ഷത്തോളം മാൻഗ്രൂവ് തൈകൾ വെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അല്ലേ. അങ്ങനെയാണ് അദ്ദേഹത്തിന് പത്മശ്രീ ഒക്കെ കിട്ടിയത്. ഇത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. നഗരത്തിലെ ഈ തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ടല്ലോ, ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര രസകരമാണ്. ഇത് ബോട്ടിങ് നടത്തുന്ന സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ ഏരിയ എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ കണക്കുകളൊന്നുമില്ല, പക്ഷേ ഹെക്ടർ കണക്കിന് ഉണ്ടെന്ന് വേണം നമ്മൾ അനുമാനിക്കാനായിട്ട്. കാരണം ശരാവതി നദി അറബിക്കടലിലേക്ക് വന്ന് ചേരുന്ന പ്രദേശമായതുകൊണ്ട് ഉപ്പുവെള്ളവും അതുപോലെ ഉപ്പില്ലാത്ത വെള്ളവും ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു പ്രദേശത്താണ് സാധാരണ കണ്ടൽക്കാടുകൾ വളരുന്നത്.
ഇതാ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു അരയാൽ വേരുകളൊക്കെ താഴേക്ക് പടർന്ന് ഇനിയും നമ്മൾ ഒരിക്കൽ വരുമ്പോഴത്തേനും ഇത് വളരെ വടവൃക്ഷമായിട്ട് വളർന്നുണ്ടാക്കി. എന്ത് ഭംഗിയാണത് കാണാനല്ലേ. ബോട്ടുകളിവിടെയൊക്കെ കയറ്റിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കാത്ത ബോട്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ബോട്ടിംഗ് നിരോധനം ഉണ്ടെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. അതാ ഈ പുഴ അത് കടന്നു പോകുന്ന ഒരു പാലമാണ്. അതിലൂടെ നമ്മുടെ 3 സുഹൃത്തുക്കൾ ആ പാലത്തിലൂടെ കടന്നു പോകുന്നു കേട്ടോ. ഈ വേരുകളുടെ ഭംഗി നോക്കിയേ. ഈ പച്ചപ്പും ഇതിനിടയിലൂടെയുള്ള ഇതിനകത്തെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബോർഡ് വാക്കാണ് കേട്ടോ. അതിലൂടെ ഇവിടെ സിനിമയുടെയൊക്കെ ഷൂട്ടിങ്ങൊക്കെ നടത്താറുണ്ടെന്നാണ് അവർ പറയപ്പെടുന്നത്. വെള്ളം ഇതിലൂടെ, തെളിഞ്ഞ വെള്ളം ഇതിലൂടെ ഒഴുകുന്നതൊക്കെ നമുക്ക് കാണാം. ഇതിനകത്ത് പലതരം മത്സ്യങ്ങളും ഒക്കെ ഉണ്ടാവും. മുതലയോ ചിങ്കണ്ണിയോ ഒക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ. എന്താണേലും വെള്ളത്തിൽ കാല് വയ്ക്കാതെ ഇതിലൂടെ നമ്മൾ വട്ടം വന്ന് നടക്കുകയാണ്. കാരണം 1.5 കിലോമീറ്ററിലെ ഈ ബോർഡ് വാക്ക് ഉണ്ടെന്നാണ് ഇവിടെ പറയപ്പെടുന്നതല്ല, ഉണ്ടായിരിക്കണം. എന്നാണെങ്കിലും വളരെ ശാന്തസുന്ദരമായിട്ട് നഗരത്തിരക്കുകളിൽ നിന്നൊക്കെ മാറി വന്ന് വിശ്രമിക്കാൻ പറ്റിയൊരു, അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റിയ, നല്ല ഓക്സിജനൊക്കെ ശ്വസിച്ച് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. മുമ്പിൽ വരുന്നത് ജയൻചേട്ടനാണ്. തൊട്ട് പുറകിൽ വരുന്ന അദ്ദേഹം പൊന്നുണ്ണി എന്നാണ്. നേരെ പുറകിൽ വരുന്നത് ശ്രീജേഷാണ്. അതിലൂടെ ഒരു സ്പീഡ് ബോട്ട് പോകുന്നത് നമുക്ക് കാണാം. ആ ബോട്ട് ഇപ്പുറത്ത് ഇവിടേക്ക് വരുന്നുണ്ട്. അത് കണ്ടോ, വട്ടം കറങ്ങി വരുന്നത് അവിടെ ഒതുക്കുന്നത് നമുക്ക് അവിടെ സൈഡിൽ ചേർക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചങ്ങ് പോരുവാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പോരാനായിട്ട് തോന്നുന്നില്ല. അതുപോലെയുള്ള നല്ല സുന്ദരമായ അന്തരീക്ഷമാണ്. അങ്ങനെ വീണ്ടും തിരിച്ച് ഞങ്ങൾ ഈ മെയിൻ റോഡിലെത്തി. ഇനി മറ്റ് 3 പേരെയും കൊണ്ട് വിളിച്ച് വേണം. അപ്പോഴത്തേക്കും ഞങ്ങൾ 2 ഓട്ടോക്കാരെയൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അവിടെ നിന്ന് നേരെ ഇനി നമ്മൾക്ക് പോകേണ്ട സ്ഥലമെന്ന് പറയുന്നത് അപ്സരക്കുണ്ടിലേക്കാണ്. അപ്സരക്കുണ്ടെന്ന് പറഞ്ഞാൽ അപ്സരകൾ കുളിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്ന ഒരു കുളം. അപ്പോൾ നമുക്ക് ഓട്ടോയിൽ അങ്ങോട്ടേക്ക് പോകാം. എണ്ണച്ചിലൂടെയാണ് ഈ പോകുന്ന വഴിയിലെല്ലാം നമ്മൾക്ക് കണ്ടു കഴിഞ്ഞാൽ കാസർഗോഡ് പ്രദേശമൊക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരു അന്തരീക്ഷമാണ്. കാസർഗോഡിൻ്റെ ഒരു ഭംഗിയാണ്, അല്ലെങ്കിൽ അത് ഇവിടുത്തെ പോലത്തെ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇവിടെയൊക്കെ നമ്മുടെ ഓട്ടോക്കാരൻ പറഞ്ഞ ഇവിടെയൊക്കെ വെഡ്ഡിങ് ഷൂട്ടിങ്ങുകളൊക്കെ ധാരാളം നടക്കുന്ന ഒരു സ്ഥലമൊക്കെയാണെന്നാണ് പറയുന്നത്. വെട്ടുകല്ല് കൊണ്ട് നിറഞ്ഞ പ്രദേശം ഇതാണ്. അപ്സരക്കുണ്ടിലേക്കും അതുപോലെ അപ്സരക്കുണ്ട് ബീച്ചുണ്ട്, പാണ്ഡവ കേവ്സ് ഉണ്ട്, അതുപോലെ ഉഗ്ര നരസിംഹ ക്ഷേത്രമുണ്ട്, അംബ ഗണപതി കോവിലുണ്ട്. ഇങ്ങനെ കുറേ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനുള്ളത് കേട്ടോ. അതിൽ പറ്റുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ നേരെ ഇനി അപ്സരക്കുണ്ട് ഫോൾസ് ആൻഡ് ബീച്ച്. അപ്സരക്കുണ്ടിൻ്റെ പ്രത്യേകത ഇതാണ്. അപ്സരകൾ കുളിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടം, അല്ലെങ്കിൽ ഒരു കുളം. ആ വെള്ളം നേരെ പോയി പതിക്കുന്നത് അറബിക്കടലിലേക്കാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ പല സ്ഥലങ്ങളിലും കേവ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗുഹകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ ഗുഹകളിലൊക്കെ മുനിമാർ പണ്ട് താമസിച്ചിരുന്നു പോലും, തപസ് ചെയ്തിരുന്നു പോലും. ആ ദൂരെ കാണുന്നതാണ് ഉഗ്ര നരസിംഹ സ്വാമി ക്ഷേത്രം. അതിനോട് ചേർന്ന് തന്നെ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കേവിൽ ആണ് ഉമാംബ മഹാഗണപതി ക്ഷേത്രമുള്ളത് കേട്ടോ. അതിൻ്റെ സൈഡിലൊരു മരം കണ്ടോ, ഒരു കുന്ന് കണ്ടോ, ആ കുന്നിൻ്റെ സൈഡിലൂടെയാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്. ആ വെള്ളം എടുത്തിട്ടാണ് ഈ അമ്പലത്തിൽ അഭിഷേകത്തിനൊക്കെ ഉപയോഗിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. പണ്ട് ഉപയോഗിച്ചിരുന്നത്, ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത്തിരി ആഴത്തിലുള്ള ഇതാണ് കേട്ടോ. പക്ഷേ അത് കാണാൻ നല്ല ഭംഗിയാണ്. അത് കണ്ട് അപ്സരകൾ, ഈ പ്രദേശം കണ്ടു കഴിഞ്ഞാൽ അപ്സരകൾ വന്ന് കുളിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്ന് തോന്നിപ്പോകും. അത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നോക്കൂ, ഇതാണ് അപ്സരക്കുണ്ട് വെള്ളച്ചാട്ടം. അത് ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ ഒഴുകിയാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആ വെള്ളം എടുത്തിട്ടാണ് ക്ഷേത്രത്തിലെ അഭിഷേകത്തിനൊക്കെ ഉപയോഗിക്കുന്നത്.
നല്ല ഔഷധമാക്ക്. ഇതാണ് ആ കുളം. ഇതിൻ്റെ സൈഡിൽ ഇതൊരു അരയാലിൻ്റെ വേരിനിടയിലൂടെയാണ് ഈ വെള്ളം വന്ന് വീഴുന്നത് കേട്ടോ. അവിടെയൊക്കെ കേവ്സ് പണ്ട് ഗുഹകളുണ്ടായിരുന്നതും ഗുഹയിലൊക്കെ മുനിമാർ പണ്ട് തപസ്സിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതൊരുപാട് താഴത്തേക്ക് പോയിട്ട് അറബിക്കടലിലാണ് പതിക്കുന്നത് കേട്ടോ. ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട്. വലിയ മഴയാണെങ്കിൽ ഇവിടെ പ്രവേശനം നിരോധിക്കുന്നതാണ് സാധാരണ. ഇന്ന് വലിയ അത്ര കുഴപ്പമില്ല. കണ്ടു കഴിഞ്ഞാലൊന്ന് കുളിക്കണമെന്ന് തോന്നില്ലേ, അത്ര മനോഹരമാണ് ഇവിടെ. ഇത് ഒഴുകി അങ്ങ് താഴേക്ക് പതഞ്ഞ് പോവുകയാണ്. നല്ല തണുപ്പുള്ള വെള്ളവുമാണ് കേട്ടോ. ഔഷധ ഗുണമുള്ള വെള്ളമാണെന്നാണ് പറയപ്പെടുന്നത്. പല മരങ്ങളുടെയും വേരുകളുടെയും ഇടയിൽ കൂടെയൊക്കെ ഒഴുകി വരുന്നത് കൊണ്ട് ഔഷധ ഗുണമുണ്ടെന്നാണ് പറയുന്നത്. അത് അവിടുന്ന് കുളിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു കയ്യിൽ, പക്ഷേ തോർത്തില്ലാത്തതിൻ്റെ ഒരു വിഷമത്തിലിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അപ്സരകൾ കുളിക്കുന്ന ആ സ്ഥലത്തിനോട്, ആ അപ്സരക്കുണ്ടിനോട് വിട പറഞ്ഞ് നമ്മൾ മുകളിലേക്ക് കയറി വരികയാണ്. ഇവിടെ ചെറിയ കശുമാവിൻ തോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെയാണ് അപ്സരക്കുണ്ട് ബീച്ചുള്ളത്. ബീച്ചിലൊക്കെ ഇറങ്ങിപ്പോയി വരാനായിട്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളത് വേണ്ടാന്ന് അങ്ങനെ ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള കരുണാറിന് ദൂരം നടക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഭയങ്കര അമേസിങ് ആണ് കേട്ടോ. എനിക്ക് തൊട്ട് താഴെ നമുക്ക് കൃഷിയിടങ്ങൾ കാണാം, വയലുകൾ കാണാം. ദൂരെ ആ കാണുന്ന ആ ഒരു ചെറിയ വര പോലെ കാണുന്നതാണ് ബീച്ചും അല്ലെങ്കിൽ അറബിക്കടലും. എന്താല്ലേ, അതിമനോഹരം. വാ, ഇനി നമ്മൾ അവിടുന്ന് പയ്യെ തിരിച്ചടി റൂമിലേക്കാണ് വരുന്ന വഴി. ഈ പറഞ്ഞ പോലെ കാസർഗോഡിൻ്റെ ലുക്കാണ്. നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ വെട്ടുകല്ലും പ്രദേശമാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എൻട്രൻസ് കാണാം. ഈ എൻട്രൻസ് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ശ്രദ്ധിച്ചില്ലായിരുന്നല്ലോ. ഇതാണ് അപ്സരക്കൊണ്ട മറൈൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി. മുഗളി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. വീണ്ടും നമ്മുടെ ശരാവതി പാലത്തിലൂടെ നമ്മുടെ റൂമിലേക്ക്. ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഒരു നോൺ വെജ് കഴിക്കാൻ എല്ലാവർക്കും ഒരു താല്പര്യം. അങ്ങനെ തൊട്ടടുത്തുള്ള പ്രമീളയിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നേരെ റൂമിലേക്കാണ്. ഇനി വിശ്രമമാണ്. ഇതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന മുറി. ഇനി അവിടെ വന്ന് കുറച്ച് നേരമൊക്കെ വിശ്രമം. അതിനുശേഷം ആണ് അടുത്ത പരിപാടികളെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിലുള്ള പൊന്നു നന്നായിട്ട് പാടുന്നു. നിത്യവും നീ പൂത്തു നിദ്രതം നീരത നീലവിഹായസിൽ നിത്യവും നീ പൂത്തു മിന്നി നിൽക്കും സ്വപ്നനക്ഷത്രമേ. ബാപ്പാം സീരീസിലെ ഹോനാവയറിലേക്കുള്ള യാത്രയുടെ 2ാം ഭാഗത്തിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ജോഗ് ഫാൾസിലേക്കുള്ള യാത്രയാണ്. തീർച്ചയായും ആ വീഡിയോയും കാണാം. അപ്പോൾ പാർട്ട് 3 വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.